ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രാജേഷ് ആൻഡ് ചിന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഫുൾ സെറ്റപ്പിൽ അശ്വിനൊക്കെ യോയോ നമ്മളിന്ന് ആക്ച്വലി ഒരു ടൂർ പോവാണ് ഗൈസ്. ചേച്ചീൻ്റെ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലവരും നമ്മളുമായിട്ട്. അപ്പം ആദ്യം പറശ്ശിനിക്കടവ്, ദെൻ ഫസ്റ്റ് ടൈം യാഷു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോവാണ്. വെള്ളത്തിൽ കളിക്കാൻ പോവാണില്ലടാ, കാരണം വെള്ളത്തിൽ കളിക്കാൻ പോകണം പറയും. ഇറങ്ങി എണിച്ചതിൻ്റെ ഇത് ശരിയായിട്ടില്ല ആക്ച്വലി. ഇപ്പോൾ സമയം 6 മണിയല്ലേ, 6 മണിയായി. ഞങ്ങളൊരു 5:30 എണീറ്റ് എല്ലാവരും കുളിച്ച് റെഡിയായി. അപ്പോൾ ഒരു ഉറക്കം ശരിയായിട്ടില്ല, അതാണ് ഇങ്ങനെ തൂങ്ങുന്നത്. അപ്പം എന്തേ വണ്ടി അവിടെ റെഡിയാണ്. കണ്ട ചിന്നു, യാഷു, ഏട്ടനെല്ലാം ഉണ്ട്, കുറേ സ്റ്റുഡൻസും ഉണ്ട്. യെസ്, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ട്രിപ്പ്. യെസ് ഗായ്സ്, യാഷു നോക്കണം കുഞ്ഞാ, ഹായ് ഹായ് പറഞ്ഞു, ഹായ് പറ, ഹായ്. അങ്ങനെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാം ഗൈസ്. പോവാം, നമുക്ക് പോവാം. യെസ്, നമുക്ക് ആകാശം നോക്കി നല്ല അടിപൊളിയുണ്ട്. നോക്കിയ വ്യൂ, മോർണിംഗ് വ്യൂ സെറ്റ് അല്ലേ. യാഷുവിനെ കാത്തുന്നു. യാഷു ഐഷുവിനെ മുഖം നോക്കിയേ. യാഷു ഐഷുവിനെ വെയിറ്റ് ചെയ്യുന്നു. ഐഷു എവിടെ? യാഷു ഐഷു എവിടെ? കുഞ്ഞോ ഐഷു എവിടെ? ഐഷു അതാ വരുന്ന. ഐഷു വരുന്നുണ്ട്. ഇപ്പൊ ചിരി വന്നു. ഐഷു ഇവിടെ. ഞാൻ 6 മണിക്ക് അല്ല, പിന്നെ സാറ് പറഞ്ഞേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. സാറ് നല്ലുണ്ടല്ലേ ഐഷുട്ടി. അച്ചു ഹായ് പറ. ഐഷുട്ടി ഹായ് പറ. ഹായ്. നമ്മുടെ കൃത്യ മോളെത്തി. കൃത്യയുടെ പോന്നു. കൃത്യ ഡാൻസ് അപ്പൊ ഞങ്ങളങ്ങനെ യാത്ര തുടങ്ങാൻ പോവാണ് ഗൈസ്. ബാഗും വെച്ചോ. അപ്പം നമ്മുടെ ഫുഡൊക്കെ സെറ്റാണ്. അപ്പം രാവിലെ ആരും കഴിച്ചിട്ടുണ്ടാവില്ല. സോ ഫുഡൊക്കെ ഓൾറെഡി പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ട്. ഹായ് പറഞ്ഞേ. ഹായ്. നമ്മളെ ടൂറിന്റെ ട്രിപ്പിന്റെ മെയിൻ ആൾക്കാർ രണ്ടാള് കുറേ നേരം ഇങ്ങനെ മുണ്ടൊക്കെ കണ്ട് കാണിച്ചു. ആരടി അപ്പൊ പോളിയോടെ ആയിരുന്നു ആക്ച്വലി വിചാരിച്ചിരിക്കുന്നു. അപ്പൊ കറക്റ്റ് ടൈമിൽ ഇവിടെ പോളിയോ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് യാഷിന് പോളിയോ കൊടുത്തിട്ട് വരാം. ജ്യൂസ് കുടിക്കാൻ വന്നല്ലേ യാഷിട്ടാ? ജ്യൂസ് കുടിക്കാൻ വന്നയാ? ജ്യൂസ് തരും. ജ്യൂസ് സൂപ്പർ.
അങ്ങനെ ഞങ്ങൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോയി. നല്ല തിരക്കായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ആദ്യം തൊഴാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ നുഴഞ്ഞ് കയറിയിട്ട് തൊഴുതിട്ട് പെട്ടെന്ന് ഇറങ്ങി. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? രാവിലെ നമ്മളൊന്നും കഴിച്ചിട്ടില്ല. എനക്കാണെങ്കിൽ വയറിങ്ങനെ ഒരുമാതിരി ഛർദി ഫീലൊക്കെ വരുന്നുണ്ട്, ഛർദിക്കാരായോണ്ട്. കല്യാണത്തിന് അന്ന് തുടങ്ങിയ ഛർദിക്കഥ. അയ്യോ, പക്ഷെ എന്തോ ഒരു സംതിങ് ഇതെല്ലാം ഇനി ഫുഡ് കഴിച്ച് സെറ്റാവും വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി അല്ലേ, ബാക്കി എന്ത് റൈഡ് ഫുഡ് കഴിച്ചിട്ടാണ് എന്നിട്ട് വേണം റൈഡിലെല്ലാം കറങ്ങാൻ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. ഇത് ഇത്രയും പേരുണ്ട് കേട്ടോ. അങ്ങനെ ചിന്നുതെ ഫുഡെല്ലാം വാങ്ങിച്ചിട്ട് അവിടെ പ്ലേറ്റും കൊണ്ട് അതിൽ പോകുന്നുണ്ട്. യാശു, വെള്ളത്തിൽ പോണ്ടേ? വെള്ളത്തിൽ പോണ്ടേ? പോവാം, വെള്ളത്തിൽ പോവാം. വേദനിട്ട് വെള്ളത്തിൽ പോവാം. കുഞ്ഞുമാമ തിന്നുമ്പോ ഇപ്പൊ വെള്ളത്തിൽ കൊണ്ടുപോവാ. എന്റെ ഇഡ്ഡലിയാ, ചട്നിയും സാമ്പാറെല്ലാം, സാമ്പാർ എല്ലാം മിക്സ് ആണ്. എനിക്ക് ആക്ച്വലി ഫുഡ് കഴിക്കാനേ തോന്നുന്നില്ല, വേറൊരു മതി അതൊന്നും എനിക്ക് ഫുഡ് വേണമെന്നേ ഇല്ല. പക്ഷെ ഒന്ന് എന്താ ഇനിയിപ്പോൾ കുറേ തുപ്പിയാ തിന്നുന്നില്ലേ കുഞ്ഞാതാ പാപ്പ റൈഡിലെല്ലാം കൊണ്ടുപോകണമെങ്കിൽ തിന്നണം. അന്നേരം കൊണ്ടുപോകാ. അവിടെ വെള്ളം ചാട് നോക്ക്, വെള്ളം നോക്ക്, വെള്ളം നോക്കി മാമ തിന്നപ്പോ കൊണ്ടുപോവാ. പോവാ നമുക്ക്. മോനും തിന്നുന്നില്ല. ആന്റി എന്തിനാ ഓടി ചളിയും വെള്ളം? ചായ കൊടുക്കണ്ട പറയുമ്പോ ചളിയും വെള്ളം. അവിടെ നോക്കി സ്പൈഡർമാൻ ഒക്കെ ഉണ്ടോ നോക്ക്. വാവ്, സ്പൈഡർമാൻ ഉണ്ടോ? ആ സ്പൈഡർമാൻ ഉണ്ട്. ഇവിടെ സ്പൈഡർമാൻ. അയ്യോ അയ്യല്ലുണ്ടാ. തിന്ന അപ്പം നിന്നാ അപ്പൊ കൊണ്ടുപോവാ. അവിടെ അപ്പം നിന്നാ അപ്പൊ കൊണ്ടുപോവാം. അപ്പം തിന്നുവോ? തിന്നാ നമുക്ക് വീമ്പാ തിന്നാ നമുക്ക്. അമ്മ അവിടെ പോയാ, അമ്മ അവിടെ പോയിട കുഞ്ഞാ. അമ്മ എവിടെ പോയി? അമ്മ എവിടെ പോയി? അമ്മ ഓടാവിടെ. ഡ്രസ് കണ്ടോ? എവിടെ? ആ ഷോപ്പ് ഡ്രസ് റെഡ്. പറ, റെഡ് ഡ്രസ്സാണ് അമ്മ ഇട്ടെ? ആ റെഡ് ഡ്രസ് ഇട്ടിട്ടുണ്ട് അമ്മ. നമുക്ക് പോവാം അമ്മേൻ്റെ അടുത്ത്. അവിടെ കാക്കയുണ്ടോ? വാവ്, സൂപ്പർ. കാക്ക. അങ്ങനെ നമ്മളിതേ ഇതിനകത്തേക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കയറിയിട്ടുണ്ട്. ചിന്നുൻ്റെ അവർ ഓൾറെഡി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ബാക്കി എന്താ പറയുക, നമ്മളെ വേഗം കിട്ടുന്ന സമയത്ത് റൈഡിലൊക്കെ കയറാൻ നോക്കട്ടെ. എല്ലാം കയറലുണ്ടാവില്ല. പോട്ടാ പേടിയാണോ അനി ഇരുത്തിച്ച് ഉണ്ടാണ്ടിരുന്നു. ആശോട്ടെ എക്സ്പ്രഷൻ മാറുന്നുണ്ടോ എന്നൊരു സംശയം. അതാ മതി മതി എന്ന് പറയുന്നുണ്ട്. കാശ് മതി മതി എന്നല്ല പറയുന്നുണ്ട്. ഐഷമ്മ ഐഷമ്മുണ്ട്. ഐഷമ്മ മിററിലൂടെ പോവാണ് ഗൈസ്. ഹലോ ആശ ഉണ്ട്. വാവ്, സൂപ്പറാണോ? തലമുട്ടോ നോക്കിയാൽ മാത്രം മതി. തല മുട്ടുന്ന നോക്കോ. എന്നിട്ടാ നമ്മളൊരു റൈഡിലും കേറലുണ്ടാവില്ല. ഇതാ കേറുന്നത് മൊത്തം എന്താ ഇവൻ. എന്നിട്ട് 2 മിനിറ്റ് ആകുമ്പോൾ പേടിച്ചിരിക്കാൻ. നമ്മൾ ശരിക്കും തന്ത വൈബ് തള്ള വൈബായി. ഒന്നിലും കയറാൻ പറ്റുന്നില്ല. എന്തെങ്കിലും 3D ഒക്കെ കയറണമെന്നുണ്ടെങ്കിൽ അതിൽ ഇവനെ കയറ്റില്ല. അപ്പം നമ്മൾ അവിടെ പോസ്റ്റ് ആവും. ഇതാ വരുന്നുണ്ട് യാഷ്മോൻ വരുന്നുണ്ട്. യാഷ്മോനും കൃത്യക്കയും വരുന്നുണ്ടല്ലോ. മൈൻഡ് ചെയ്യില്ല നമ്മളെ. യാഷ്മോൻ്റെ 2ാമത്തെ പ്രാവശ്യവും റൈഡിൽ കയറിയിരിക്കുന്നുണ്ട്. ഇറങ്ങുന്നില്ല റൈഡും.
ഹലോ ഞാനിവിടെ ഈ സംഭവം ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട്. പണി വരുന്നു നിന്റെ പപ്പ വീണോ? പപ്പ വീണോടാ? കുഞ്ഞേ ആന് ചോക്ലേറ്റ് ഇടുന്ന, ചോക്ലേറ്റ് മുകളിൽ ആന് ചോക്ലേറ്റ് ഇടുന്ന അവ കൂപ്പൺ കിട്ടിയാ ചോറിന് അല്ലേ? സ്നേഹമുള്ള ഭാര്യ ഓള ചോറ് കഴിക്കാനാ? ചോറ് കഴിക്കാൻ പോണു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ബിരിയാണിയാണോ? ബിരിയാണിയാണ് യാശുട്ടാ? ബിരിയാണി? ഓഹോ, നീ തന്നെ തന്നതാണ് സപ്ലയർ. എങ്ങനെയുണ്ട് ബിരിയാണി? സൂപ്പറല്ലേ? സത്യം പറഞ്ഞ എനിക്കും പേഴ്സണലി ഇഷ്ടമായിട്ടോ ബിരിയാണി. നല്ലുണ്ട്, സൂപ്പറാണ്. യാഷും ഐഷും എല്ലാം വെള്ളത്തിലിറങ്ങാൻ റെഡിയായി. യാഷു എവിടെ? യാഷുവിനെ കാണുന്നില്ല. വാ, റെഡിയായോ? യാഷു അപ്പൊ അടുത്ത സാധനം എന്താ, മാച്ച് എടുത്തിട്ട് മല കയറാൻ പോവാണ്. അപ്പം മല കയറി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങാം. നമ്മൾ പോവാണ്.
അമ്മല്ലേ മറ്റേ കറങ്ങിട്ട് വരുന്നതാ. ഓ പപ്പയാശം കറങ്ങിട്ടില്ലല്ലേ. ഞാൻ തീർന്നിപ്പോ അമ്മേ സബാഷ്. ചിന്നും യാഷും ട്യൂബിലിരിക്കും. ഏത് ഗ്രീനാ? ഗ്രീൻ ട്യൂബാ? അത് നോക്കണം, വെള്ളം മറിയും. വേഗം പോണം. വാശി പിടിച്ചിട്ട് അത് അതിൻ്റെ ഫ്രീസറിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് ഐസ്ക്രീമിൻ്റെ. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് നോക്കുമ്പോൾ അത് തുറന്നിട്ട് രണ്ടെണ്ണം കയ്യിൽ പിടിച്ചിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് തിരിച്ചു വെച്ച് ഞാൻ. എന്നിട്ട് ഞാൻ പൊട്ടിക്കുകയും ചെയ്തു ഒന്ന്. ഞാൻ വേഗം പോയിട്ട് ബില്ല് അടിച്ചിട്ട് അത് കൊടുത്ത്. അങ്ങനത്തെ കുരുത്തക്കേട്. വാശി എന്ന് പറഞ്ഞാൽ എമ്മാതിരി വാശി അറിയാം. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ വീണ്ടും ബസ്സിൽ വന്നു. കുറച്ച് നേരം എല്ലാവരും കിടന്നുറങ്ങി. പക്ഷേ എത്താനായപ്പം വീണ്ടും എല്ലാവരും ഒന്ന് ഓണായി. ഫുൾ ഡാൻസൊക്കെ ആയി പവറായിട്ട് അങ്ങ് ചില്ല് ചെയ്ത് അങ്ങ് പോയി. ആക്ച്വലി അറിയാമല്ലോ, തന്ത വൈബ് തള്ള വൈബ് എന്നുള്ള രീതിക്ക് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഫുൾ റൈഡിലൊന്നും കയറാൻ പറ്റിയിട്ടില്ല. ചിന്നു ആണെങ്കിലും ഞാനാണെങ്കിലും കുറച്ച് റൈഡിലൊക്കെ കയറിയിട്ടുള്ളൂ. കാരണം ഇവനുള്ള ആശ ഉള്ളതുകൊണ്ട് എല്ലാ റൈഡിലും അവനെയും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പറ്റുന്നതിലൊക്കെ ഞങ്ങൾ ഇരുന്ന് അങ്ങ് എൻജോയ് ചെയ്തു. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രിപ്പ് അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നേരെ പാക്കപ്പൊക്കെ പറഞ്ഞ് വീട്ടിലോട്ട് പോയി.